അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രീ ട്രൈസ് കറക്കാണ്ട് പിന്നെ നമ്മൾ സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ആക്കാണ്ട്. അപ്പൊ നിങ്ങൾ ആരെയാണ് സെലക്ഷൻ കോൺട്രാക്ടിന് സൈൻ ആക്കാൻ കമന്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ആരെടുക്കണമെന്ന് കുറച്ച് ഡൗട്ടാണ്. ആദ്യം നമുക്ക് ഫ്രീ സ്പിൻ എല്ലാം കറക്കി തീർത്തിട്ട് സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ആക്കാം, മെയിൻ അക്കൗണ്ടിലും സെക്കൻഡ് അക്കൗണ്ടിലും. നമ്മുടെ പുതിയ പാക്ക് വന്നിട്ട് ബിഗ് ടൈം പാക്ക്, അതിനായിരിക്കും ഫ്രീ ട്രൈ കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. നമ്മുടെ റൈസിനെ കാർഡ് ബിഗ് ടൈം വന്നിട്ടുണ്ട്, പിന്നെ ഹാളൻഡ് ഉണ്ട്, പിന്നെ വേറെ ഒരുത്തനും കൂടി ഉണ്ട്. അപ്പൊ നിങ്ങൾക്കായിരിക്കും ഫ്രീ ട്രൈയിൽ ഏതെങ്കിലും എപ്പിക്കോ ബിഗ് ടൈം അടിച്ചാൽ കമന്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഫ്രീ സ്പിൻ എല്ലാം കറക്കി തീർത്തിട്ട് നമുക്ക് ഇത് ആദ്യം കറക്കണം, നമുക്ക് മറ്റേത് ആദ്യം കറക്കിയിട്ട് ബിഗ് ടൈം കറക്കാം. കാരണം എങ്ങനെ അടിച്ചാലോ പറയാൻ പറ്റൂല, ഭാഗ്യമൊക്കെ എങ്ങനെ വന്നാൽ ആർക്കറിയാം. ഓക്കെ, എന്തായാലും ഷോർട്ട് ടൈം അടിച്ചിട്ടും കാര്യമില്ല, എന്തായാലും കിട്ടൂല. ഓക്കെ, അതും കിട്ടില്ല, അത് പോട്ട്. ഇതിന് വേറൊരു ഷോർട്ട് ടൈം കൂടി കറക്കാനുണ്ട്, അത് നമുക്ക് കറക്കാം. ഇനി നമുക്ക് ബിഗ് ടൈമിന്റെ ബാഗ് കറക്കാം. ഇതെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ റൈസിനെ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും, വേറെ ഒന്നുമില്ല. ഒക്കെ കിട്ടും എനിക്ക് തോന്നുന്നുള്ളവർക്ക് CMF പോട്ടെ, അത് തേച്ച്. അപ്പൊ നിങ്ങൾക്കായിരിക്കും ഫ്രീ ടൈൽ കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. കിട്ടിയ അത്യാവശ്യം കുഴപ്പമില്ലാതെ കാണാൻ തോന്നുന്നു. റൈസിനെ കാർഡ്, ബിഗ് ടൈം കാർഡ്, റൈസിന്റെ പ്ലെയർ ഓഫ് ദി സീസൺ. ബിഗ് ടൈമിനെ പറയണ്ടല്ല, ഈ ഷോർട്ട് ടൈം കൊണ്ട് ഇതിന്നൊക്കെ ആരെ കിട്ടിയാലും കാര്യമില്ല. അവന്മാർ തരത്തിലൊക്കെ ഗോൾ കീപ്പർ കിട്ടിയിട്ട് നമുക്ക് ഒഴിവാക്കാം. ഇതേണ്ട സെക്കൻഡ് അക്കൗണ്ടിൽ ഫ്രീ സ്പിൻ കറക്കാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ആക്കാം. എനിക്ക് ആരെടുക്കുമെന്ന് കുറച്ച് ഡൗട്ടാണ്. കാരണം അടുത്ത ഫേസിലെ റിവാർഡ് നോക്കിയാലും ടിമ്മർ ഇറക്കാണ്ടല്ലോ. ഓക്കെ, എന്തായാലും ഈ ഫേസിലെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവരെന്തായാലും സൈൻ ആക്കിയിട്ട് രണ്ടുപേരെ ഞാൻ സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ആക്കുന്ന പ്ലെയറെ ഇവരെ വെച്ചിട്ട് ഒരു ഗെയിം പ്ലേ സെറ്റ് ആക്കാം, മറ്റേ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഈ ടിമ്മർ ആരെയും കളിപ്പിച്ചവരൊക്കെ കമന്റ് ആയി അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആണ്, നല്ല ഡിഫൻഡ് സ്റ്റാറ്റ്സ് കുഴപ്പമില്ലാതെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഫേസിലെ റിവാർഡ് നോക്കുകയാണെങ്കിൽ മറ്റൊരു ബിൽഡപ്പ് CB ആണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഡിലേറ്റിന് എടുത്തു കഴിഞ്ഞാൽ ശോകമാവുമെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് എന്തായാലും നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിൽ ലോഗിൻ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് ഫ്രീ ട്രൈ എടുത്തിട്ട് ഇതിനകത്ത് സെലക്ഷൻ കോൺട്രാക്ട് എടുത്തിട്ടില്ല കേട്ടോ. എടുക്കാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ അക്കൗണ്ടിൽ ഒരു പ്ലെയർ എടുത്തിട്ട് ആ പ്ലെയർ നല്ലോണം കളിക്കണമെങ്കിൽ മാത്രം ഈ പ്ലെയർ അതിനകത്ത് എടുക്കാമെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ വേറെ പ്ലെയർ സൈൻ ആക്കാം. അതുകൊണ്ട് സെലക്ഷൻ കോൺട്രാക്ട് സെക്കൻഡ് അക്കൗണ്ട് ഇല്ല. ഇത് കഴിഞ്ഞിട്ട് മെയിൻ അക്കൗണ്ടിൽ സെലക്ഷൻ കോൺട്രാക്ട് വഴി സൈൻ ആക്കാം. ആദ്യം ഇതിൽ ഫ്രീ ട്രാക്ക് എടുത്ത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഈ അക്കൗണ്ടാണ് ഒട്ടും ഭാഗ്യമില്ലാത്തതും ലക്കില്ലാത്ത ഒരു അക്കൗണ്ട്. ഇതിനകത്തൊരു ഫ്രീ ട്രയൽ എപ്പിക്ക് അടിച്ചിട്ടില്ല, ഫ്രീ സ്പിന്നിൽ എപ്പിക്ക് അടിച്ചിട്ടില്ല, ബിഗ് ടൈം അടിച്ചിട്ടില്ല, ഒന്നും അടിച്ചിട്ടില്ല. ഇതിലെങ്കിലും തരാണെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. നമുക്ക് എന്തായാലും ബിഗ് ടൈം കറക്കിയിട്ടുണ്ട്, കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ് ബാക്ക് പോട്ടെ. ഇതിനകത്ത് ടിമ്മർ എടുത്തിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഞാൻ ഡിവിഷൻ കളിക്കാറില്ല അധികം. സെക്കൻഡ് അക്കൗണ്ടാണ് മെയിൻ അക്കൗണ്ട് മെയിനായിട്ട് കളിക്കാറ്. സെക്കൻഡ് അക്കൗണ്ടിൽ ഇപ്രാവശ്യം പുഷാക്കാൻ പറ്റിയ പുഷാക്ക് നല്ലൊരു ബിൽഡപ്പ് CB ഞാൻ തോന്നുന്നു. ഡിലേറ്റിനൊക്കെ ഹൈറ്റിനൊക്കെ ഉണ്ട്, 191 ഹൈറ്റിന്. അപ്പോൾ അത്യാവശ്യം ബിൽഡപ്പ് CB അത്യാവശ്യം നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് ഡിലേറ്റിന് എടുക്കണോ കിമ്മിച്ച് എടുക്കണോ ഡൗട്ടാണ്. നമുക്ക് എന്തായാലും ഫ്രീ സ്പിൻ കഴിഞ്ഞിട്ട് ഒരു തീരുമാനമാക്കാം. ഓക്കെ, ഒരു ഫ്രീ സ്പിനും കൂടി ഉണ്ട്. ഷോർട്ട് ടൈം ഉമാർ ഒന്നും തരില്ല. എന്തിനാണ് വെറുതെ തരണേ? കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. അത്രയ്ക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഫ്രീ സ്പിന്നിലൊക്കെ എപ്പി കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതാണ്. ഓക്കെ, എന്തായാലും മെയിൻ അക്കൗണ്ടിൽ പോയിട്ട് നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് സൈൻ ആക്കാണ്ട് 2-3 ഫ്രീ ട്രൈ കറക്കാനുണ്ട്. ഓക്കെ, ഡ്രോഗ്ബയുടെ ബാഗ് കറക്കാൻ. നമുക്ക് എന്തായാലും മെയിൻ അക്കൗണ്ടിൽ കയറാം. അപ്പോൾ മെയിൻ അക്കൗണ്ടിൽ ലോഗിൻ ആക്കിയിട്ടുണ്ട്. ഫ്രീ സ്പിൻ ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഇനി സെലക്ഷൻ കോൺട്രാക്ട് ഉണ്ട്. പിന്നെ നമ്മൾ ഡ്രോഗ്ബയുടെ 2-3 ഫ്രീ ട്രൈ ഉണ്ട്. എനിക്ക് ഇതുവരെ ഡ്രോഗ്ബയെ തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ആഴ്ച കൊണ്ട് തീരുന്നു ഡ്രോഗ്ബയുടെ ഇവന്റ് ഫ്രീ സ്പിനൊക്കെ. എനിക്ക് എന്തായാലും എല്ലാ ഫ്രീ സ്പിനും കഴിഞ്ഞു എനിക്ക് തോന്നണം. ലാസ്റ്റത്തെ ഫ്രീ സ്പിനാ തോന്നുന്നു 50-40. അപ്പോൾ ഇനി ഒരു 8 കൂടിയോ, ഒരു 8 ഒരു 6 കൂടി ഒന്ന് കിട്ടാനുണ്ട്. അതൊക്കെ എന്തായാലും കിട്ടിയാൽ മതിയായിരുന്നു. CF അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഡ്രോഗ്ബയുടെ കാർഡാണ് ഈ കാർഡ്. നല്ലോണം കളിക്കണമുണ്ട്, ബുള്ളറ്റ് ഹെഡറാണ്. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. അപ്പോൾ നിങ്ങൾക്കായിരിക്കും ഡ്രോഗ്ബനെ കിട്ടിയൊരു ഫ്രീ സ്പിന്നിൽ എപ്പിക്കും ബിഗ് ടൈം കിട്ടിയ കമന്റ് ചെയ്യുക. സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിന്ന് ആരാണ് സൈൻ ആക്കിയത് കമന്റ് ചെയ്യുക. എനിക്ക് സെലക്ഷൻ കോൺട്രാക്റ്റിൽ നിന്ന് ആർക്കും ഡൗട്ടാണ്. മെയിനായിട്ട് എനിക്ക് ഡൗട്ട് വരാൻ കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഡിലേറ്റിന് എടുക്കുന്നതാണ്. പക്ഷേ എനിക്ക് കഴിഞ്ഞ ആഴ്ച ബോണിച്ചിനെ ഫ്രീ സ്പിൻ ബിൽഡപ്പ് CBനെ കിട്ടിയതുകൊണ്ട് ഡിലേറ്റിന് എടുത്ത് ഞാൻ കളിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കളിപ്പിക്കും. പിന്നെ അതുമല്ല അടുത്ത ഫേസിലെ റിവാർഡ് നോക്കുകയാണെങ്കിൽ ഈ CB ആണ്. ഓക്കെ, ബിൽഡപ്പ് CB ആണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം രണ്ടുപേരും ഏകദേശം സെയിം ആണ്. ഹൈറ്റ് ഇവന് കുറച്ച് കൂടുതലുണ്ട്, ഹെഡിങ് മറ്റു പരിപാടിയൊക്കെ അവനാ തോന്നുന്നു. ഓക്കെ, സ്പീഡ് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ഷൻ കോൺട്രാക്ട് ആരെടുക്കുന്ന ഡൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ആരെടുക്കുന്ന കമന്റ് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കുമെന്ന് എനിക്കറിയില്ല. സൈൻ ആക്കാം. ഞാൻ എന്തായാലും എൻ്റെ സ്ക്വാഡ് പിക്ക് ഇവിടെ കാണിച്ചു തരാം. ആ സ്ക്വാഡ് പിക്ക് അനുസരിച്ച് ഞാൻ സൈൻ ആക്കുന്നതാണ്. എനിക്ക് ഡിലേറ്റ് എടുക്കണമെന്നുണ്ട്, പക്ഷേ ഡിലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പേഴ്സൺ റിവാർഡ് ഒരു CB ആണ്. അവിടെ ബോണിച്ച് ഉണ്ട്, പിന്നെ ഹൈജൂസ് ഉണ്ട്, ബറേസ് ഉണ്ട്. ഇവിടെ ഒക്കെ ബിൽഡപ്പ് കാർഡാണ്. കിമിച്ചും കൂടി ഡിലേറ്റ് അത്യാവശ്യം നല്ലൊരു കാർഡാണ് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ കിമിച്ചിനെ അങ്ങ് സൈൻ ആക്കാൻ പോകുന്നത്. കാരണം എനിക്ക് DMF അധികം ഇല്ല, ഓർക്കസ്ട്രയുടെ DMF എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം നല്ല പാസിംഗ് അത്യാവശ്യം ഡിഫൻഡ് സ്റ്റാറ്റ്സ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ലാതെ തോന്നുന്നു. എന്തായാലും ഞാൻ എന്തായാലും കിമിച്ചിനെ അങ്ങ് സൈൻ ആക്കാൻ പോകണം. ഒന്ന് നോക്കളെ, റിഗ്രറ്റ് അടിക്കുകയാണെങ്കിൽ റിഗ്രറ്റ് അടിക്കട്ടെ. സെക്കൻഡ് അക്കൗണ്ടിൽ കിമിച്ച് നന്നോണം കളിച്ചില്ലെങ്കിൽ ഈ അക്കൗണ്ടിൽ സെക്കൻഡ് അക്കൗണ്ട് നമുക്ക് ഡിലേറ്റ് സൈൻ ആക്കാം. അതിന് വിഷയമില്ലല്ലോ, കിമിച്ചുണ്ട് ഡിലേറ്റിനെ കാർഡുണ്ട്. അപ്പോൾ നോ റിഗ്രറ്റ്. ഓക്കെ, എന്തായാലും കിമിച്ചിനെ ഞാൻ സൈൻ ആക്കാൻ പോകണം. ഓക്കെ, അപ്പൊ ആരെങ്കിലും കിമിച്ചിനെ സൈൻ ആക്കി കമന്റ് ചെയ്ത് നല്ല പ്ലെയർ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് എന്തായാലും കിമിച്ചിനെ സൈൻ ആക്കി ഒന്ന് നോக்கலாம். കളിക്കുന്നു വിചാരിക്കുന്നു. നല്ലൊരു ഓർക്കസ്ട്രേറ്റ് കാർഡാണ്, നല്ല പാസിംഗ് ഉണ്ട്, ഡിഫൻഡ് സ്റ്റാറ്റ്സ് ഉണ്ട്, സ്പീഡ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും കിമിച്ചിനെ സൈൻ ആക്കി എനിക്ക് എന്നാലും സ്കോളിലേക്ക് ഇട്ടിട്ട് ടിമ്മറെ സ്കോളിലേക്ക് ഇടാം, കിമിച്ചിനെ സ്കോളിലേക്ക് ഇടാം. ഇവർ രണ്ടുപേരെ വെച്ചൊരു മാച്ച് കളിപ്പിച്ച് ഞാൻ വീഡിയോ സെറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ സെറ്റ് ആക്കി ഇടാം ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, ഒക്കെ എന്നാൽ രണ്ടുപേരെ ബോണിച്ചുണ്ട്, ഹൈജൂസ് ഉണ്ട്, ഒക്കെ സീനാണ്. അതുകൊണ്ട് ഡിലേറ്റ് എടുക്കാറുള്ളത് മെയിനായിട്ട്. ഓക്കെ, ഒക്കെ എന്തായാലും ടിമ്മറേയും നമ്മുടെ കിമിച്ചിനൊക്കെ സ്കോളിലേക്ക് ഇടാം. ടിമ്മറെ നമുക്ക്
ആരും മറ്റേ എംബാപ്പേനെ അങ്ങ് മാറ്റിക്കളയാം. എംബാപ്പനെ ഇപ്പോൾ ഇറക്കാറില്ല, ഒട്ടും ഇറക്കാറില്ല എംബാപ്പനെ. പണ്ടൊക്കെ എംബാപ്പയാണ് മെയിൻ സാധനം. ഒക്കെ എന്നാൽ കിമിച്ചിനെ ഇറക്കാം, നമ്മുടെ മറ്റേ കൊക്കുനെ അങ്ങ് മാറ്റാം. കൊക്കുനെ മാറ്റിയിട്ട് കിമിച്ചിനെ ഇറക്കാം. എന്തെങ്കിലും ട്രെയിൻ ചെയ്തിട്ട് ഞാൻ കാണാം. ഓക്കെ, അപ്പോൾ ഫുൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരെ. അപ്പോൾ സ്റ്റാറ്റ്സ് കാണിച്ചാൽ ഈ അറ്റാക്ക് ഫുൾ ബാക്ക് ഇറക്കുമെന്ന് വെച്ചാൽ എനിക്കറിയാം. ചിലപ്പോൾ ഇറക്കും. കുഴപ്പമില്ലാത്തൊരു സ്പീഡ് ഉണ്ട്, ആക്സലറേഷൻ, ഡിഫൻഡീവ് സ്റ്റാറ്റ്സ് കുഴപ്പമില്ലാത്ത കൊടുത്തിട്ടുണ്ട്. അറ്റാക്കിങ് ഫുൾ ബാക്ക് കിമിച്ച് നോക്കുകയാണെങ്കിലും സെയിം സാധനം, നല്ല ഡിഫൻഡീവ് സ്റ്റാറ്റ്സിൻ്റെ ലോ പാസ്, ആ പാസിനൊക്കെ സെറ്റാണ്. സ്കില്ല് വരുന്നത് ഫിനോമിനൽ പാസ്, വിഷണറി പാസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് രണ്ടുപേരും വെച്ച് ഒരു മാച്ചിന് സെറ്റാക്കാൻ വേണ്ടി സെറ്റാക്കാം. നമുക്ക് എന്തെങ്കിലും ബൂസ്റ്റർ കൊടുത്തു നോക്കാം, റാൻഡം കൊടുക്കാം അങ്ങോട്ട്. ഓക്കെ, ഡ്യൂലിങ് കുഴപ്പമില്ല തോന്നുന്നു. ഡിഫൻഡീവ് എൻഗേജ്മെന്റ് കൂടിയിരിക്കും, അവയർനെസ് കൂടുന്നുണ്ട്. നമുക്ക് എന്തായാലും കിമിച്ചിനും ഓരോ കൊടുത്ത് നോക്കാം. ഓക്കെ, എന്തായാലും കിട്ടിയാൽ കുഴപ്പമില്ല, ഫുൾ റാൻഡം കൊടുക്കാം. മറ്റു സാധനം ഉണ്ടെങ്കിലും പ്രൊട്ടക്ഷൻ സെറ്റപ്പ് ഇല്ലാന്ന് തോന്നുന്നു. ഫിസിക്കൽ കോണ്ടാക്ട് ബാലൻസ് ഒക്കെ എന്തെങ്കിലും വേറെ കൊടുത്തു നോക്കാം. വല്ല ഡിഫൻഡീവ് ഷഡ്ഡും കുഴപ്പമില്ല തോന്നുന്നു. ഡിഫൻഡീവ് ടാക്ലിങ്ങും എൻഗേജ്മെന്റ് സീനില്ല. അപ്പൊ ഇതാണ് എന്റെ സെലക്ഷൻ കോൺട്രാക്ട് സൈനിങ്ങും ഫ്രീ സ്പിന്നും പാക്ക് ഓപ്പണിംഗ് പരിപാടിയൊക്കെ. അപ്പൊ നിങ്ങൾ ആരെ എടുത്തതിന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആരാണ് എടുത്തതിന് കമന്റ് ചെയ്യുക. നിങ്ങൾ എടുത്ത പ്ലെയർ നല്ലോണം കളിക്കേണ്ട കമന്റ് ചെയ്യാൻ. കിമിച്ചിന് എടുത്ത തീരുമാനം തെറ്റാന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും ഗെയിം പ്ലേ കളിപ്പിച്ച വീഡിയോ ഇറക്കാൻ വരെ ഇറക്കാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയുള്ള വീഡിയോ അവസാനം വരെ കണ്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ചെയ്യാം. ഓക്കെ.